നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബബിലിറ്റി ഡയറക്റ്റായിട്ട് കാണാനുള്ള അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് 1 അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പാർട്ട് 2 നമുക്ക് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യണത്. കുറച്ച് വലിയ ചാപ്റ്റർ ആവുക കാരണം 2 വീഡിയോ ആയിട്ടാണ്. ഇതിലെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് പ്രോബബിലിറ്റി കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതിന് പ്രോബബിലിറ്റി കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റിവേഴ്സാണ്, അതായത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് എങ്ങനെയാണ് റിവേഴ്സായിട്ട് നമ്മൾ എക്സും അതുപോലെ തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു question. In a competitive examination, 5,000 students have appeared for a paper in statistics. Their average mark was 62 and standard deviation was 12. If there are only 100 vacancies, find the minimum marks that one should score in order to get selected. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ 5,000 സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ട്. അതിൽ മീൻ തന്നിരിക്കുന്ന ആവറേജ് മാർക്ക് ഒരു കുട്ടി 62 ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. ഇവിടെ ആകെ 100 വാക്കൻസീസ് ആണുള്ളത്. അപ്പോൾ മിനിമം എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ കുട്ടി സെലക്റ്റഡ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രകാരം ഇതിന് നമുക്ക് മാർക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുന്നേയൊക്കെ പ്രോബബിലിറ്റി എത്രയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു വേക്കൻസിയിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കാണാനാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്യാൻ മിനിമം എത്ര മാർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ എപ്പോഴും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് ഉണ്ടാവും. കാരണം ഇവിടേക്ക് പോകുന്തോറും മാർക്ക് കൂടി വരികയാണ് ചെയ്യുക, അല്ലേ? നല്ല വരുള്ളൂ. ഈ സൈഡിലേക്ക് വരുമ്പോൾ മാർക്ക് കുറഞ്ഞു വരിക ചെയ്യുക, ഈ സൈഡിലേക്ക് പോകുമ്പോഴാണ് മാർക്ക് കൂടി വരിക. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേക്കൻസി ഉള്ളത്? 100 വേക്കൻസി ഉള്ളത്. അതിൽ 5000 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? 100/5000 ആണ് ഉണ്ടാവുക. 100/5000 എന്ന് പറയുമ്പോൾ 100/5000 പെർസെൻറ്റേജ് ആക്കൊന്നും വേണ്ട. 100/5000 നേരെ കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.02 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ അപ്പോയിന്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ചാൻസ് ആകെ 0.02 ആണുള്ളത്. ഈ 0.02-ൽ എത്ര മിനിമം മാർക്ക് കിട്ടിയാലാണ് സെലക്റ്റഡ് ആവുക എന്നുള്ളതാണ്. അതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടെ ഇങ്ങോട്ട് പോകുന്നവരും 100, 80, 85 അങ്ങനെ പോകും. 85, 100 അങ്ങനെയായിട്ടാണ് ഇവിടേക്ക് പോകണ്ടാവുക. 60, 70 അങ്ങനെ പോകുന്നവർ. അപ്പോൾ ഈ എക്സ് ആക്സിസിലേക്ക് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ഇവിടെയാണ് ആ മാർക്ക് എത്രയാണ് ഉണ്ടാവുക. ഇവിടെ ചിലപ്പോൾ 60 ആവാം, ഇവിടെ 70, 80 അങ്ങനെയൊക്കെ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അത് കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.02 നോക്കി 0.02 നോക്കിയതിന് ശേഷം ഇവിടെ നമുക്കറിയാലോ ഈ സൈഡിലത്തെ പ്രോബബിലിറ്റി കിട്ടിയിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ടേബിളിൽ 0 മുതൽ അപ് ടു എ വാല്യൂ വരെ സർട്ടൻ ലിമിറ്റ് വരെ ഉണ്ടാവുക. അപ്പോൾ 0 മുതൽ എ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇത് വരേണ്ടത് ഇവിടെ 0.02 കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കാണുമ്പോൾ എങ്ങനെ കാണാം? പണ്ട് ആദ്യം ചെയ്ത പോലെ തന്നെ 0.5 0.02 മൈനസ് ചെയ്യുക, അപ്പോൾ 0.48. അപ്പോൾ ഈ ഏരിയ കിട്ടി. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ എ. അപ്പോൾ ഈക്വൽ ടു 0.48. ഈ ഏരിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടേബിളിലാണ് നോക്കേണ്ടത്. ജസ്റ്റ് ടേബിൾ നോക്കാം. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടാവല്ലോ. അപ്പോൾ പിന്നെ അതിൽ നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് 0.48 അല്ലേ? 0.48 ഇവിടെ എവിടെയാണ് വരിക എന്നുള്ളത് ഇങ്ങനെ നോക്കണം. മൊത്തത്തിൽ എവിടെയെങ്കിലും 0.4 ഇവിടെ 0.46 ആണ്. 46 ഇവിടെ വരെ 0.46 ആയിട്ടുള്ളൂ. ഇനി അപ്പോൾ അടുത്ത പേജിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അടുത്ത പേജിൽ നോക്കുമ്പോൾ 48 ഇവിടെ കാണാണ്ട് 0.48. അപ്പോൾ അതിൻ്റെ ഏറ്റവും 0.480 ആണ് നമുക്ക് കിട്ടുന്നത്. 0.4803 ഉണ്ട് ഇവിടെ 0.4798 ഉണ്ട്. ഇവിടെ ഒരു 0.2യുടെ ഡിഫറൻസ്, 0.2ന്റെ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ 3യുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറച്ചും കൂടി അടുത്തുള്ളത്. 0.4798 ആണ് 0.48ന്റെ ഏറ്റവും അടുത്തുള്ളത്. ഇവിടെ ഒരു പോയിന്റ് അപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ വരിക? 0.4798 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? 2ൽ
എത്രാമത്തെ ഇത് 0 ആണ്. 0 1 2 3 4 5. അഞ്ചാമത്തെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് നോക്കി കാണാം 0.05 എന്ന് കാണാം. അപ്പോൾ 0.05 2 ഇപ്പൊ 2.05 ആണ് വരുന്നത്. 2.05 ആണ് സെറ്റിന്റെ വാല്യൂ. ഇവിടുന്ന് സെറ്റിന്റെ വാല്യൂ 2.05 കിട്ടി. ഒന്നും കൂടി ഞാൻ സെറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഒന്നും കൂടി ഞാൻ പറയാം, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ മൊത്തം പ്രോബബിലി സാധാരണ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാണാറ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്കാണ് കാണുന്നത്. സെറ്റിന്റെ വാല്യൂ ആണ് എത്രയെന്നുള്ളത് കാണും. ആ സെറ്റിന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഇവിടെ മൊത്തം എവിടെയെന്നുള്ളത് ഇങ്ങനെ നോക്കുക. മൊത്തം ടേബിളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുകളിലൊക്കെ നോക്കുമ്പോൾ 0.45 46 48 എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇവിടെ നോക്കുമ്പോൾ 48 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് പിന്നിലുണ്ട് 0.4798 ആണോ 0.4803 ആണോ അടുത്ത് നോക്കുക. 0.4798 2 പോയിന്റാണ് വ്യത്യാസമുള്ള 3 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി പറ്റും. ഇതെടുത്തു. ഇനി സപ്പോസ് ഇത് എടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കണക്കാക്കുക? 0.4798 എന്ന് പറയുമ്പോൾ ഇവിടെ 05ന്റെ നേരത്തുള്ളതാണ് 05, ഇവിടെ 2.0, അപ്പോൾ 2.05 ആണ് വരും. ഇനി അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. 0.48 ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഇതുവരെയാണ് പറഞ്ഞ 0.48 നമ്മൾ ടേബിളിന്റെ വാല്യൂ കണ്ടു. ടേബിളിന്റെ വാല്യൂ കാണുമ്പോൾ ഇങ്ങനൊരു എന്താ കിട്ടിയത്? ടേബിളിന്റെ വാല്യൂ 2.05 നമ്മളവിടെ കണ്ടുപിടിച്ചില്ലേ? 2.05, അതായത് 0.4798 എന്നുള്ളതാണ് 2.05 കണ്ടത്. അപ്രോക്സിമേറ്റ് ഇങ്ങനെ എടുത്തു, 0.48 എടുത്തു. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെറ്റിന്റെ വാല്യൂ ഇപ്പോൾ ആയി 2.05 ആയി. ഇതേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? Z equal to x minus mu by standard deviation. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2.05 equal to x minus mu by standard deviation. അവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് x അറിയില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും തന്നിട്ടുണ്ട്. അപ്പോൾ x minus 62 divided by 12 equal to 2.05. സാധാരണ ചെയ്യണ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x minus 2 equal to 12 into 2.05. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 24.6 കിട്ടും. 24.6. പിന്നെ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് -16 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +62 ആയി. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 86.6. അപ്പോൾ 86.6 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് മിനിമം, ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ വേക്കൻസിയിൽ സെലക്റ്റഡ് ആവുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 86-നെക്കാളും മുകളിൽ വരുന്ന മാർക്കുകളായിരിക്കും എക്സ്ട്രീം റൈറ്റിലുണ്ടാവും. നമ്മൾ ആ എടുത്തിരിക്കുന്ന അതിൽ ഏറ്റവും മിനിമം ഒരാൾക്ക് സെലക്റ്റഡ് ആവണമെങ്കിൽ 86.6 മാർക്സ് സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Given normal distribution with the mean 40 and the standard deviation 10, find the value of x that has 15% of the area to its left and 20% of the area to its right. അപ്പോൾ ഇവിടെ എന്താ കാണാൻ പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് പറഞ്ഞത്. എക്സിന്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. അതിലെന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 15% ഓഫ് ദി ഏരിയ ടു ഇറ്റ്സ് ലെഫ്റ്റ്. 15% ലെഫ്റ്റ് പറഞ്ഞാൽ ഇവിടെ അല്ല, 15% ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി 15% ഓഫ് ദി ഏരിയ ടു ദ ലെഫ്റ്റ്. 0.15. 15% എന്ന് പറഞ്ഞാൽ 15/100 0.15. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എക്സ്ട്രീം ലെഫ്റ്റും എക്സ്ട്രീം റൈറ്റും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അത് ഡയറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ 0.5 നിന്ന് മൈനസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടേബിളിൽ വാല്യൂ കിട്ടുള്ളൂ. ഒരിക്കലും ഈ വാല്യൂ ടേബിളിൽ നോക്കിയാൽ കിട്ടില്ല. അതേപോലെ ഇവിടെ എക്സ്ട്രീം റൈറ്റിലുള്ള വാല്യൂ ടേബിളിൽ നോക്കിയാൽ കിട്ടില്ല. അത് കിട്ടാൻ എപ്പോഴും 0.5 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 0.5 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0.5 മൈനസ് probability of z is greater than 0 less than a equal to 0.5 minus 1.15 equal to 3.5. അപ്പോൾ അവിടെ എത്തി. ഇനി 0.35ന്റെ വാല്യൂ എവിടെയെന്നുള്ളത് നമ്മൾ ടേബിൾ നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ജസ്റ്റ് ടേബിളിൽ ഒരിക്കൽ കൂടി പോവാം. 0.35 ഒന്ന് നോക്കി നോക്കൂ, എവിടെയാണ് ഏകദേശം 0.35 എവിടെയാണ് വരിക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. 35, 32, 33, 34, 35.
ഇവിടെ 0.3508, ഇവിടെ അപ്പുറത്തുള്ളത് 0.3485 ആണ്. അപ്പോൾ 15ന്റെ ഡിഫറൻസ് ആണ്, ഇവിടെ 8ന്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ 0.04 ആണ്, ഇവിടെ എത്ര വരുന്നത് 1.04 എന്നാണ് വരിക. 1.04 വാല്യൂ 1ൽ 04, റിവേഴ്സിലാണ് പോണത്. 0.3508, 0.35ന്റെയാണ് നോക്കുന്നത്. അതിൽ 8ന്റെ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് അത് വിടാം. ഇവിടത്തേക്കാളും ബെറ്റർ ഈ ഒരു വാല്യൂ ആവുക കാരണമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ 1.04, 1.1.04. ഇനി നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. So 1.04 z-ന്റെ വാല്യൂ ഇവിടെ കണ്ടില്ലേ 1.04 as it is the left of the mean. ഇനി അത് നെഗറ്റീവ് ഇത് ഏത് സൈഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഈ സൈഡിലാവുക കാരണം നെഗറ്റീവും കൂടി എതിരിടണം. അപ്പോൾ ടേബിളിൽ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവും കൂടി അതിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ -1.4 ആണ് വരിക. ഈ സൈഡിൽ എന്ത് വാല്യൂ എഴുതുമ്പോഴും -1.4 ആണ് എഴുതുക, ലെഫ്റ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഒന്ന് സോൾവ് ചെയ്യുന്നത് നോക്കിക്കോളും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ x മൈനസ് എക്സോ എയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. a - 40 / 10 = -1.04. ലെഫ്റ്റ് സൈഡ് ആവുന്ന കാരണമാണ് ഈ മൈനസ് ഇട്ടത്. -1.04. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a - 40 = 10.4 വരും. 1.04 × 10 ചെയ്യുമ്പോൾ 10.04. ഇനി ഈ 14 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 14 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആവും, +14 ആവും. അപ്പോൾ 40ൽ നിന്ന് 10.04 മൈനസ്, ഇത് മൈനസും അല്ലേ, മറ്റത് പ്ലസും ആണ്. ഇതൊന്ന് ചെറുത് കുറയ്ക്കാം. 29.6. 40 - 10.04. 40 പോസിറ്റീവാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവായി. അതേപോലെ മൈനസ് ആവുക കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10.4 ആണ് വരുന്നത്. അതുകൊണ്ടാണ് 40ൽ നിന്ന് 10.4 മൈനസ് ചെയ്ത് 29.6 എഴുതിയത്. അത് ക്ലിയർ ആയിട്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് 20% ഓഫ് ദി ഏരിയ ടു ദ റൈറ്റ് ആണ് പറയുന്നത്. 20% ഓഫ് ദി ഏരിയ റൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം റൈറ്റ് നോക്കുക. എക്സ്ട്രീം റൈറ്റ് 20% എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുമ്പോൾ 20/100. അപ്പോൾ 0.2 ആണ് ഈ സൈഡിൽ വരിക. അപ്പോൾ അതിന്റെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റും റൈറ്റും ആണെന്നുണ്ടെങ്കിൽ മിഡിലെ വാല്യൂ ആണ്. 0 മുതൽ ഇതുവരെയുള്ള വാല്യൂ ആണ്. 0 മുതൽ ഇതുവരെയുള്ള വാല്യൂ ആണെന്ന് പറഞ്ഞാൽ 0.2 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 0.5ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0.3. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് z is greater than 0, less than b നോ z നോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. 0.5ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 0.3. 0.3 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ടേബിളിൽ നോക്കുക. ടേബിളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി നോക്കാം ടേബിളിൽ. പിന്നെ ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ടേബിളിൽ നോക്കുമ്പോൾ 0.3 അല്ലേ വേണ്ടത്? 0.3 എവിടെ വരണം? 0.3023 3023. പിന്നെ ഒന്ന് 0.2995. ഇത് 3023. ഇതിൽ ഏറ്റവും അടുത്ത ഏതാണ് വരിക? ഇവിടെ 5ന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ ഏകദേശം ഒരു 23യുടെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ഉള്ള ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.84 ആണ് വരിക. 0.4 എന്ന് എഴുതരുത്, 8ന്റെ താഴെയാണ് 0 വരിക. അപ്പോൾ 0.84 ആണ് വരിക. 0.84 എന്ന് പറയുമ്പോൾ ഇനി തിരിച്ചു പോകാം. 0.84. ഇവര് പക്ഷേ 0.85 ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചെറിയ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. 85യേക്കാളും ബെറ്റർ 84 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 84 എടുക്കാൻ പറയുന്നത്. 84 ആണ് കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് 84 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 84 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ x - μ/sd = 0.84. അപ്പോൾ എക്സിന്റെ ബിന്നോ എക്സ് എന്ത് വേണമെങ്കിലും ആവാട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ വരും. 0.84 × 10 + 40. അപ്പോൾ
84 ആവുക കാരണം ഇവിടെ എത്ര വരും? 8.4 എന്ന് വരും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. 40 പ്ലസ് 8.4 എന്ന് പറയുമ്പോൾ 48.4. ഇതാണ് ആൻസർ വരിക, റൈറ്റ് സൈഡിലുള്ള വാല്യൂ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തത് പറഞ്ഞത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് അല്ല കാണാൻ പറഞ്ഞത്, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് പറയുന്നത്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യും. ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെയാണ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചെയ്യുക. പക്ഷെ അതിന് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. രണ്ടെണ്ണം കാണാണ്ടല്ലോ. ഇതിപ്പോൾ നേരത്തെ ഒരൊറ്റ വാല്യൂ കാണാണ്ടായിരുന്നുള്ളൂ, എക്സിന്റെ വാല്യൂ മാത്രമേ കാണാണ്ടായിരുന്നുള്ളൂ. ഇവിടെ മീനും കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണേണ്ടി വരും. അപ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് ചെയ്യാം. കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോളൂ. In a normal distribution, 17% of the items are below 30 and 17% of the items are above 60. Find the mean and standard deviation. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് കാണുന്നത്. അപ്പോൾ അതിൽ മീൻ എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? Given probability of x is greater than 30 equal to 0.17. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസ് ദാൻ അല്ലേ പറഞ്ഞത്, ലെസ് ദാൻ 30 എന്നല്ലേ പറഞ്ഞത്. ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ്. ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡല്ലേ വരും, ഈ സൈഡിലാണ് 0.17 വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.5ൽ നിന്ന് 0.17 മൈനസ് ചെയ്യുമ്പോൾ 0.33. അപ്പോൾ നമ്മളിങ്ങനെ അതിനെങ്ങനെ മാറ്റി എഴുതി 0.33 കണ്ടു. ഇനി ഈ 0.33യുടെ ടേബിൾ വാല്യൂ നേരത്തെ ചെയ്ത പോലെ നോക്കാം. ടേബിളിൽ നോക്കുന്ന സമയത്ത് കാണാം 0.95 എന്ന് കാണാം. നിങ്ങൾ നോക്കി നോക്കൂ, ഒന്ന് ഇരുന്ന് പതുക്കെ ഇരുന്ന് നോക്കിയാൽ മതി. 0.33യുടെ വാല്യൂ എവിടെയെന്നുള്ളത് ടേബിളിൽ ഏകദേശം നോക്കി വരുന്ന സമയത്ത് കാണാം 0.95. ഇത് ലെഫ്റ്റ് സൈഡ് ആവുക കാരണം മൈനസ് ഇടണം. മൈനസ് 0.95 ആണ്. സെഡ് ഈക്വൽ ടു -0.97. ഓക്കെ. ഇനി അതിനുശേഷം ഇത് എങ്ങനെ കിട്ടിയെന്ന് ഒന്നും കൂടി പറയാം. ടേബിളിൽ നോക്കുകയാണ് ചെയ്യുന്നത്. 0.33യിലെ അതിന്റെ വാല്യൂ എത്രയെന്നുള്ളത് കാണുകയാണ്. അപ്പോഴാണ് 0.95 കിട്ടും. ലെഫ്റ്റ് സൈഡ് ആവുക കാരണം നമ്മൾ മൈനസ് ഇടുന്നു. സെഡ് ഈക്വൽ ടു -0.95. ഇനി ഇതിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡ് ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ എച്ച് ഡി. ഇവിടെ എക്സ് അറിയാം, എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 30 എന്നുള്ളത് തന്നിട്ടുണ്ട്, 30. അപ്പോൾ -0.95 ഈക്വൽ ടു 30 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 30 മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മ്യൂ മൈനസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 30 എന്ന് വരും അല്ലേ? അങ്ങനെയല്ലേ വരും? ഒന്നുകൂടി നോക്കിക്കോളൂ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേ ഇൻറ്റു ഇത് ചെയ്യും, -0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇനി 30 ഇവിടെ നിർത്തുക, മ്യൂനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ മ്യൂ പ്ലസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതേപോലെ തന്നെ എക്സ്ട്രീം അടുത്തത് എന്താ പറയുന്നത്? എക്സ്ട്രീം റൈറ്റ് സൈഡ് ആണ് പറയുന്നത്. എക്സ്ട്രീം റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത് വേഗനല്ലേ പറയും. Given p of x is greater than 60 equal to 0.17. 60 x 16നേക്കാളും വലുതാവുമ്പോൾ 0.17 ആണ് പ്രോബബിലിറ്റി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ 0.17 പ്രോബബിലിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം റൈറ്റ് ആകുമ്പോൾ ഈ സൈഡിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ 0.5ൽ നിന്ന് മൈനസ് ചെയ്യണം. 0.5ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0.33. അപ്പോൾ പഴയ കാര്യം തന്നെയാണ്. നെഗറ്റീവ് സൈഡിലാണെച്ചാലും പോസിറ്റീവ് സൈഡിലാണെച്ചാലും പ്രോബബിലിറ്റി എല്ലാം ഒരേപോലെ തന്നെയാണ് കാണുന്നത്. 0.33യുടെ പ്രോബബിലിറ്റി കണക്കാക്കുമ്പോൾ 0.95 തന്നെയാണ് വരും. തിരിച്ച് നിങ്ങൾ നോക്കുക, പ്രോബബിലിറ്റി അല്ല വാല്യൂ സെറ്റ് കണക്കാക്കുമ്പോൾ 0.95 തന്നെ വരിക. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഇടണമെന്ന് മാത്രം. പോസിറ്റീവ് 0.95 ആണ് വരിക. സെറ്റിന്റെ വാല്യൂ +95 ആണ് വരിക. +95 ആകുമ്പോൾ സെറ്റ് ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Therefore 0.95 ഈക്വൽ ടു 60 ബൈ മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 60 മൈനസ് മ്യൂ എന്ന് വരും. 60 അവിടെ നിർത്തുക, മ്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയി മ്യൂ പ്ലസ്
0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 60. മ്യൂ പ്ലസ് മ്യൂവിനെ അവിടെ തന്നെ മ്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ പ്ലസ് മ്യൂ ആയി. മ്യൂ പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതാണ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 60. അത്രേ ഉള്ളൂ. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ സോൾവ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. രണ്ട് ഇക്വേഷൻസ് ആയി. ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു, മ്യൂ പ്ലസ് മ്യൂ മൈനസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 30. മ്യൂ പ്ലസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 60. ഇത് സോൾവ് ചെയ്യും. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ ഒന്നല്ലെങ്കിൽ മ്യൂവിനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ക്യാൻസൽ ചെയ്യാം. രണ്ടും ഇവിടെ ഒരേപോലെ ആവുക കാരണം ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി, പ്ലസും മൈനസും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ടു മീൻ വരും അല്ലെ. ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി. ഈക്വൽ ടു 2 മ്യൂ ഈക്വൽ ടു 90 വരും. 2 മ്യൂ ഈക്വൽ ടു 90. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ മ്യൂ ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2, 45. മ്യൂ ഈക്വൽ 2 മ്യൂ ഈക്വൽ ടു 90. therefore മ്യൂ ഈക്വൽ ടു 90 by 2, 45. അതേപോലെ ആ 45 മ്യൂവിന്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മൈനസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 30. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം 30 ഇപ്പം 30 ഈ 0.95 മ്യൂ പിന്നെ അവിടെ നിർത്തുക. 45 അപ്പുറത്തേക്ക് കൊണ്ടുവരിക. 45 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 30 മൈനസ് 45 വരും. അപ്പോൾ 15 വരും അല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. 15 വരും. അപ്പോൾ അതിൽ മൈനസ് 0.95 ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് അല്ലേ വരുന്നത്. അത് ആ മൈനസ് അതിനെ ഡിവൈഡ് ചെയ്യും. 0.95 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂവിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടും. ഈ പോസിറ്റീവ് വെച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്താൽ 45 പ്ലസ് 0.95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 60. അപ്പോൾ ഈ 45 അപ്പുറത്തേക്ക് കൊണ്ടുവന്നത് 60 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 0.95 SD ഈക്വൽ ടു 15 കിട്ടും. SD ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 0.95. അപ്പോൾ SD ഇത് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.8 കിട്ടും. 15.8 കിട്ടും. അപ്പം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഇനി ഇതേപോലുള്ള പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് ഏതാ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. മുപ്പത്തേഴാമത്തെ പ്രോബ്ലം ഇതേപോലത്തെ പ്രോബ്ലമാണ്. ദ റിസൾട്ട്സ് ഓഫ് എ പർട്ടിക്കുലർ എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ ഇൻ എ സമ്മറി. റിസൾട്ട്സ് പാസ്ഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ, പാസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ, ഫെയിൽഡ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മീനും തന്നിട്ടുണ്ട്. എത്രയാണ് മീൻ? It is known that the candidate gets if obtains less than 40 marks, while he must obtain 75 marks in order to pass with the distinction. Determine the mean and standard deviation എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി പാസ്സാവാനുള്ള ചാൻസ് മിനിമം 40 മാർക്ക് കിട്ടണം. ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 75 മുകളിൽ കിട്ടണം. 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവും. അപ്പോൾ 40 താഴെ വന്നു കഴിഞ്ഞാൽ ഫെയിൽഡായി. അപ്പോൾ 40 താഴെ വന്ന കുട്ടികളാണ് ഈ 10% ആൾക്കാർ. അതേപോലെ തന്നെ ഇത് 30% ആൾക്കാർ. ഫെയിൽഡ് ഇവിടെയാണ്. 40 അതേപോലെ ഡിസ്റ്റിങ്ഷൻ ഉള്ളത് 10% ആൾക്കാരാണ്. 75-നേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാർ. 75 മാർക്സിനേക്കാളും കൂടുതൽ കിട്ടിയത് 10 പേരാണ്. അതേപോലെ തന്നെ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ 30%. അപ്പോൾ 10% പറഞ്ഞാൽ 10/100. ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആൾക്കാർ 10/100. അതിന്റെ പ്രോബബിലിറ്റി 10/100. ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ 30/100. അപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഏത് സൈഡിലാണ് ഉണ്ടാവുക? നെഗറ്റീവ് സൈഡിലാണ്, എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആൾക്കാർ ഏത് സൈഡിലാണ് ഉണ്ടാവുക? ഏറ്റവും ടോപ്പിൽ, റൈറ്റ് സൈഡിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ട് സൈഡിലെയും പ്രോബബിലിറ്റി കഴിഞ്ഞു. ഒരു സൈഡിൽ 10/100 എന്ന് പറഞ്ഞാൽ 0.1, റൈറ്റ് സൈഡിൽ 0.1ഉം ലെഫ്റ്റ് സൈഡിൽ 0.3 ആണ് വരും. എന്നിട്ട് നേരത്തെ കണ്ട അതേപോലെ തന്നെ 0.5 മൈനസ് ചെയ്യുക, ഇപ്പുറത്ത് 0.3, 0.5 മൈനസ് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക മീനും
സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് ഉപയോഗിച്ച പോലെ സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒന്ന് ട്രൈ നോക്കൂ. ഓക്കെ, ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ തിയറിറ്റിക്കൽ ഫ്രീക്വൻസീസ് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലും അങ്ങനെ ഒരു ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇതൊക്കെ അതിൻ്റെ തിയറിറ്റിക്കൽ പോർഷനാണ്. എന്താണ് എങ്ങനെയാണ് എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ വായിച്ചു നോക്കുക. തിയറിറ്റിക്കൽ റിലവൻസേ ഉള്ളൂ. പിന്നെ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യം കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. പിന്നെ ഈ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി കാണാം. സെറ്റിന്റെ വാല്യൂവിൽ എക്സ് മൈനസ് മ്യൂ ബൈ എസ് ഡി കാണാം അടുത്ത കോളത്തിൽ. പിന്നെ ഫൈൻഡ് കറസ്പോണ്ടിങ് വാല്യൂ ഫ്രം ടേബിളിൽ നിന്ന് ആ വാല്യൂ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഏരിയ ഫോർ ഈച്ച് ക്ലാസ്, ആ ഏരിയ എത്രയെന്ന് നോക്കാം. അതെല്ലാം പ്രാക്ടിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അടുത്ത ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ. മാർക്സ് തന്നിട്ടുണ്ട് 10, 20, 30, 40, 50 അപ് ടു 70 to 80 വരെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാണ്. മീൻ കാണാനുള്ള സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്, മിഡ് വാല്യൂ ആണ്. ഇതിന്റെ മിഡ് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ എക്സ് ആയി. അതേപോലെ തന്നെ ഇതിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ എഫിന്റെ സമ്മുമായി. എഫും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ആയി. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് കാണാം. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് കണ്ട മീനായി. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല, സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണ് മീൻ കണ്ടിട്ടുള്ളത്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അസ്യൂംഡ് മീൻ എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർമുല നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, ഇത്രയേ ഉള്ളൂ. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് വാല്യൂ. ആ മിഡ് വാല്യൂ കാണാം. 10 to 20 ആണെന്നുണ്ടെങ്കിൽ 10ന്റെയും 20യുടെയും ഇടയിൽ ഏതാ 15, അങ്ങനെയുള്ള 15, 25 എന്നൊക്കെ പറയുന്നത് അതാണ് എക്സിന്റെ വാല്യൂസ്. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. ആ ഫ്രീക്വൻസിയും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ആയി. അതേ ഡിവൈഡഡ് ബൈ എഫിന്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ മീനായി. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് മീൻ കിട്ടാൻ പോകുന്നത് ഇങ്ങനത്തെ ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 44ആണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ കിട്ടുക, 44 തന്നെയാണ് കിട്ടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉണ്ടാവുക കാരണം അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പമുണ്ടാവുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്കാക്കുമ്പോഴും ഡാഷ് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ, ഇതാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം കാണാം. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞൊരു കോളം കാണാം. എഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. സിഗ്മ എഫ് എക്സ് കാണാം ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ, ഇത്രയേ ഉള്ളൂ. അത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലും 12.5 തന്നെ കിട്ടുക. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഓരോന്ന് എങ്ങനെയാണ് എഫ് ഡി ഡാഷ് എങ്ങനെയാണ് അതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളത് നോക്കിക്കോളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കിട്ടും, പ്രശ്നമൊന്നുമില്ല. ഏതാ എളുപ്പച്ചാൽ അതുപോലെ ചെയ്തോളൂ. സാധാരണ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ടത്. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാതെ അതേപോലെ ചെയ്താൽ മതി. അതിനുശേഷം കോളംസ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കോളംസ് ആണ്. ഒന്ന് ക്ലാസ് ലിമിറ്റ് ഫസ്റ്റ് കോളം, പിന്നെ സെറ്റിന്റെ വാല്യൂ എക്സ് മൈനസ് മ്യൂ ബൈ എസ് ഡി, പിന്നെ ടേബിൾ ഏരിയ ഫ്രം ടേബിൾ കാണാം, പിന്നെ ഏരിയ ഫോർ ഇന്റർവെൽ കാണാം, പിന്നെ തിയറിറ്റിക്കൽ ഫ്രീക്വൻസി കാണാം. ഇതെങ്ങനെ കാണുക എന്നുള്ളത് ഞാൻ പറയാം. ആദ്യം ക്ലാസ് ലിമിറ്റ്. ആദ്യം ചെയ്യേണ്ടത് ഏത് മുതലാണോ നമ്മുടെ പ്രോബ്ലം തുടങ്ങുന്നത്, 10 to 20 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് ആണ് ഏറ്റവും ഫസ്റ്റ് എടുക്കേണ്ടത്. 10 to 20യിൽ
10 അല്ലേ ലോവർ ലിമിറ്റ്, ആ 10. അപ്പോൾ 5 to 10 തുടങ്ങുന്ന വെച്ചാൽ 5 ആണ് ലോവർ ലിമിറ്റ്, 5 മുതലാണ് എടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ 10 മുതൽ 80 വരെ ഏറ്റവും ലാസ്റ്റ് വരെയുള്ള ഇത് എടുക്കുക, അപ്പർ ലിമിറ്റ് വരെയുള്ളത് എടുക്കുക, അത് ഈ കോളത്തിൽ എഴുതുക. മിഡ് വാല്യൂ അല്ല ഇവിടെ എടുക്കുന്നത്, ലിമിറ്റ്, ക്ലാസിന്റെ ലിമിറ്റ്, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെ അതാണ് ഇവിടെ എടുക്കുന്നത്, അതാണ് എക്സ് കോളം. ക്വസ്റ്റ്യനിലെ മിഡ് വാല്യൂ അല്ല എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, മിഡ് വാല്യൂ അല്ല എടുക്കേണ്ടത്, ലോവർ ലിമിറ്റ് 10 to 20, 20 to 30, 30 to 40, up to 70 to 80 വരെയാണുള്ളത്. അപ്പോൾ അതും കൂടെ നേരെ എഴുതുക. അതിനുശേഷം ടേബിൾ നോക്കിയിട്ട് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഏതാണ്? z equal to x minus mu by standard deviation അല്ലേ, 10 ആണ് ആദ്യത്തെ. ഫസ്റ്റ് ഉള്ളതിൻ്റെ എപ്പോഴും ബ്ലാങ്ക് ആയിട്ടില്ല, ഫസ്റ്റ് ലിമിറ്റില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഫിനിറ്റ് ആണ്. അതിൻ്റെ ബാക്കിലേക്കുള്ളത് ഇൻഫിനിറ്റ് ആണ്, അതുകൊണ്ട് ബ്ലാങ്ക് ആണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് കണക്കാക്കുമ്പോൾ 20, എക്സിന് 20 കൊടുക്കുക, 20 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5. അപ്പോൾ ഒരു വാല്യൂ കിട്ടും, 20 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5 ചെയ്യുമ്പോൾ മൈനസ് 1.92 കിട്ടും. ചെയ്ത് നോക്കിയാൽ കാണാം, മൈനസ് 1.92. മൈനസും പ്ലസും ഇവിടെ ഇടണം കേട്ടോ, മൈനസും പ്ലസും ഇടണം. 20 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5, അടുത്തത് 30 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5. അങ്ങനെ ഓരോ വാല്യൂസും ഇവിടെ കണ്ടുപിടിക്കും, സെറ്റിന്റെ വാല്യൂസ്. ഈ എക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഈ ഇവിടെ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആദ്യത്തെ വാല്യൂ അവസാനത്തെ വാല്യൂ ബ്ലാങ്ക് ആയിട്ട് വേറെ കാണേണ്ട ആവശ്യമില്ല, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഇത് കിട്ടിയതിന്റെ ശേഷം ടേബിൾ നോക്കുക. ആദ്യത്തെ ഇൻഫിനിറ്റ് ആണല്ലോ, അപ്പൊ അത് 0.5 ആണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെയാണ്. ലോവർ ലിമിറ്റിന്റെ സെറ്റും നോക്കേണ്ട ആവശ്യമില്ല, അത് നേരെ പ്രോബബിലിറ്റി ഏറ്റവും ലാസ്റ്റ് ഉള്ള പ്രോബബിലിറ്റി, അതായത് 0.5 ആണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.92ന്റെ പ്രോബബിലിറ്റി ഞാൻ കാണാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ടേബിൾ നോക്കുക, ടേബിളിൽ 1.9ൽ 0 to നോക്കിയാൽ ഇത് കിട്ടും. 1.9ൽ മൂന്നാമത്തെ കോളം നോക്കിയാൽ മതി. അതുപോലെ 1.1ൽ മൂന്നാമത്തെ കോളം നോക്കിയാൽ ഇത് കിട്ടും. അതേപോലെ തന്നെ 0.3ൽ മൂന്നാമത്തെ കോളം നോക്കിയാൽ ഇത് കിട്ടും. അങ്ങനെ ഇത് ഓരോന്നും കണ്ടുപിടിക്കുക. ഈ പ്രോബബിലിറ്റി നേരെ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഈ സെറ്റിന്റെ കറസ്പോണ്ടിങ് വാല്യൂസിന്റെ പ്രോബബിലിറ്റിയാണ് ഇത്. ഇത്രയേ ഉള്ളൂ. അതിൽ അപ്പർ ലിമിറ്റിന് 0.5, അപ്പർ ലിമിറ്റിനും 0.5, ലോവർ ലിമിറ്റിനും 0.5. ഇത് എപ്പോഴും അങ്ങനെയാണ്, ഫിക്സഡ് ആണ്. അതിൽ പിന്നെ വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ടേബിൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ ഫോർ ദ ഇന്റർവൽ P of x എങ്ങനെ കണക്കാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒന്നും ചെയ്യേണ്ട, നേരെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. അതിനുശേഷം ഡിഫറൻസ്, അതായത് രണ്ടും സൈൻ ആദ്യം നോക്കണം. രണ്ടും ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിയിട്ട് ഇവിടുത്തെ ഡിഫറൻസ് അല്ല എടുക്കുന്നത്, പ്രോബബിലിറ്റിയുടെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. പ്രോബബിലിറ്റിയുടെ ഡിഫറൻസ് കണക്കാക്കുമ്പോൾ 0.5ന് 0.472, അതാണ് 0.0274. അതേപോലെ തന്നെ അടുത്തതും നെഗറ്റീവും പോസിറ്റീവും ആണ്, അല്ല നെഗറ്റീവും നെഗറ്റീവും ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതേപോലെ തന്നെ അടുത്തത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ്. നെഗറ്റീവും പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റിയുടെ ആഡ് ചെയ്യുക വേണം. അതുകൊണ്ടാണ് ഇവിടെ ഇത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കണമെങ്കിലും ചെയ്യുന്നത് ടേബിൾ വാല്യൂവിന്റെ മുകളിലാണ്. സെറ്റിന്റെ സൈന് മാത്രമാണ് സെറ്റിൽ നോക്കുന്നുള്ളൂ. ഇത്ര കാര്യം ആലോചിക്കുക, സൈന് മാത്രമാണ് സെറ്റിൽ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനാണ് ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ രണ്ടും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഇവിടെ എഴുതാം. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേർക്കുള്ളതിനെ ആഡ് ചെയ്ത് എഴുതുക. ഫസ്റ്റിനും ഏറ്റവും ഫസ്റ്റ് ഉള്ളതിനും ലാസ്റ്റ് ഉള്ളതിനും ഒന്ന് എഴുതുക. 0.5ന്റെ നേർക്ക് ഒന്നുമില്ല, അപ്പുറത്തും 0.5ന്റെ നേർക്കും ഒന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമാണ് ആഡ് ചെയ്ത് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഡിഫറൻസ് ഇത് എഴുതാൻ വേണ്ടത്. അതിനുശേഷം എഫിന്റെ സം കൊണ്ട് മൾട്ടിപ്പിൾ, നമ്മൾ സിഗ്മ എഫ് കണ്ടിട്ടുണ്ടല്ലോ, ആ സിഗ്മ എഫ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ് ആണ്.
n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ് ആണ്. ആ സിഗ്മ എഫ് കൊണ്ട് നമ്മൾ എഫ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ടോട്ടല് ഫ്രീക്വൻസിയുടെ ടോട്ടലുണ്ട്. ഇത് ഈ കിട്ടിയിരിക്കുന്ന കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ തിയററ്റിക്കൽ ഫ്രീക്വൻസി ആയി. ഇത്രയാണ് അതിലുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള ഒരു പ്രോബ്ലമാണ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആദ്യം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കണ്ടേ. 0.5 ഇവിടുന്ന് മൈനസ് ചെയ്യുക, 0.5 ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ലിമിറ്റ് വ്യത്യാസം വരും കേട്ടോ. 0.5, 5.5, 9.5 അങ്ങനെ ചെയ്യില്ലേ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 5.5 അല്ല, ഇവിടെ 4.5 അല്ല, 4.5 ആണ് ഇവിടെ. 4.5 to 9.5 അങ്ങനെയാണ് വരും. ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ 4.5 to 9.5 ആണ് വരും. 0.5 ലെസ് ചെയ്യുകയും ചെയ്യുക, 0.5 ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് വരും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തതിന്റെ ശേഷം അത് ഇതുപോലെ തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു സിഗ്മ എഫ് എക്സ് ബൈ എൻ കണ്ടാൽ മതി. അല്ലെങ്കിൽ അതേപോലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യണേ കൊണ്ടും പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടതിന്റെ ശേഷം നേരത്തെ ചെയ്ത അതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനും കണ്ടതിന്റെ ശേഷം നേരത്തെ പോലെ അതേപോലെ തന്നെ 5 കോളം വരയ്ക്കുക. ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെ എഴുതുക. ഇവിടെ ലോവർ ലിമിറ്റ് 0.5 അപ്പർ ലിമിറ്റ് എഴുതണം. ഇവിടെ എഴുതിയില്ലെങ്കിൽ ഇതാണ് പ്രശ്നം, ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇത് എഴുതിയാലും ഇതേപോലെ തന്നെയാണ് വരും. ഓക്കെ, അങ്ങനെ എഴുതുക. എന്നിട്ട് അടുത്ത കോളത്തിൽ സെറ്റിന്റെ വാല്യൂ കാണാം. സെറ്റിന്റെ വാല്യൂ കണ്ടതിന് ശേഷം ഏരിയ കാണാം. ഇവിടെയും ഇവിടെ മാത്രം ആഡ് ചെയ്യും. ഇത് രണ്ടെണ്ണം ഈ പ്രോബിലിറ്റി മാത്രം ആഡിങ് വരും. ബാക്കിയുള്ളതൊക്കെ ഡിഫറൻസ് കണ്ട് ഇവിടെ എഴുതുക. എന്നിട്ട് സിഗ്മ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. ഇതൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ 2 വീഡിയോസും ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കാണാം. ഫസ്റ്റ് വീഡിയോ ഞാൻ ആദ്യം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ്. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ എൻ്റെ നമ്പർ അതിലുണ്ടല്ലോ, നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഓക്കെ.